നിഖിൽ തോമസിന് ആജീവനാന്ത വിലക്കേർപ്പെടുത്തി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിലാണ് സംബന്ധിച്ച തീരുമാനമായത്. വിശദാംശങ്ങളുമായി കമലേഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എബി, വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ ആരോപണ വിധേയനായ, അതായത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കായംകുളം MSM കോളേജിൽ പ്രവേശനം നേടിയ MCOM പ്രവേശനം നേടിയ നിഖിൽ തോമസിനെ ആജീവനാന്ത കാലത്തേക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിലക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വളരെ അങ്ങേയറ്റം വലിയ നാണക്കേട് ഈ സർവകലാശാലയ്ക്ക് ഉണ്ടാകുന്ന ഒരു നടപടിയായിരുന്നു നിഖിൽ തോമസിന്റെയും അതുപോലെ തന്നെ MSM കോളേജിന്റെയും ഭാഗത്തു നിന്നുണ്ടായത് എന്ന ഒരു വിലയിരുത്തൽ പൊതുവെ യോഗത്തിൽ ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ ഈ നിഖിൽ തോമസിനെതിരായ നടപടി എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് MSM കോളേജിനെതിരെയും നടപടിയുണ്ട്. ഈ വിഷയത്തിൽ കോളേജ് അധികൃതർ നേരിട്ട് സർവകലാശാലയിലെത്തി ഈ കാര്യങ്ങൾ വിശദീകരിക്കണം. നേരത്തെ തന്നെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായും വലിയ വീഴ്ച കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ നിഖിൽ തോമസ് ഡിഗ്രിക്ക്, അതായത് BCom അവിടെ തന്നെ പഠിച്ച് അവിടെ പരീക്ഷ എഴുതി തോറ്റുപോയ ഒരു വിദ്യാർത്ഥിയാണ്. അത്തരത്തിൽ തോറ്റുപോയ തങ്ങളുടെ വിദ്യാർത്ഥിക്ക് അതേ കാലയളവിൽ തന്നെ മറ്റൊരു സർവകലാശാലയിലെ ബിരുദവുമായി എത്തി MCOMന് എങ്ങനെ പ്രവേശനം നേടാൻ സാധിച്ചു എന്ന ഒരു ചോദ്യം വൈസ് ചാൻസലർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇതിൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിശദീകരണം കോളേജിൽ നിന്നും തേടിയിരുന്നു. ഈ വിശദീകരണത്തിൽ തൃപ്തനല്ലാതെ വന്നതോടെയാണ് ഈ വിശദീകരണം അടക്കമുള്ള കാര്യങ്ങൾ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് തീരുമാനിക്കട്ടെ, അതിലൊരു നിലപാട് എന്ത് തീരുമാനിക്കണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടാകട്ടെ എന്ന നിലപാടിലേക്ക് പോയത്. സ്വാഭാവികമായും ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേർന്നു. ഈ സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഇത്തരത്തിൽ MSM കോളേജ് അധികൃതരെ നേരിട്ട് സർവകലാശാലയിലേക്ക് വിളിച്ചു വരുത്തി ഇതിന്റെ വിശദീകരണം നൽകാൻ ഇപ്പോൾ ആവശ്യപ്പെടാൻ പോകുന്നത്. ഇതിനായി ഈ പരീക്ഷാ കൺട്രോളറും അതുപോലെ തന്നെ രജിസ്ട്രാറും അടങ്ങുന്ന ഒരു സമിതിയെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ ഹിയറിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ, നടപടികൾ, മറ്റ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഇനി ഈ സർവകലാശാലയുടെ പരീക്ഷാ കൺട്രോളറും രജിസ്ട്രാറും ചേർന്നാണ്. ഈ ഹിയറിംഗിലടക്കം ഇരിക്കുക ഇവർ രണ്ടുപേരുമായിരിക്കും. ആ നിലയിൽ അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്, കഴിഞ്ഞ 3 വർഷ കാലയളവിൽ, അതായത് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പ്രവേശനം നേടിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 3 വർഷ കാലയളവിൽ കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിൽ നിന്നും ബിരുദ സർട്ടിഫിക്കറ്റുകളുമായി എത്തി സർവകലാശാലയ്ക്കകത്ത് പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആകെ അഡ്മിഷൻ സംബന്ധിച്ച നടപടിക്രമങ്ങളെല്ലാം വിശദമായി പരിശോധിക്കാൻ ഒരു സമിതിയെ, ഒരു സെല്ല് രൂപീകരിച്ചിരിക്കുന്നു. ഈ സിൻഡിക്കേറ്റ് അംഗം കൂടിയായിട്ടുള്ള അരുൺകുമാറിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം കൂടി സർവകലാശാല എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും വളരെ നിർണായകമായ ഒരു തീരുമാനമാണ്. നേരത്തെ തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നു. നിഖിൽ തോമസിന്റെ മാത്രം വിഷയമല്ല, അല്ലാതെയും ചില ഫേക്ക് കേസുകൾ, അതായത് വ്യാജ സർട്ടിഫിക്കറ്റ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ വളരെ കർശനമായ ഒരു നിലപാടിലേക്ക് യൂണിവേഴ്സിറ്റി പോകുന്നു എന്നുള്ളത് തന്നെ. 3 വർഷ കാലയളവിനിടെ കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുമായി സർവകലാശാലയിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആകെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കും എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോൾ കേരള സർവകലാശാല കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നിഖിൽ തോമസിനെ സർവകലാശാല ആജീവനാന്ത കാലത്തേക്ക് വിലക്കിയിരിക്കുന്നു. ഇനി സർവകലാശാലയ്ക്ക് കീഴിൽ ഒരു ക്യാമ്പസിലും നിഖിൽ തോമസിന് പഠിക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് എബി.